എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോൽ, ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോൽ എന്നെ നടത്തുന്നവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. എന്നെ നടത്തുന്നവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. എല്ലാ പ്രതികൂലങ്ങളും മാറും, എല്ലാ പ്രതിസന്ധികളും മാറും. ഒരു ശുഭദിനം ആഗതമാകും. അത് ഒരു ശുഭദിനം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എല്ലാം മാറി ഒരു നല്ല ദിവസം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരു ശുഭദിനം ഒരുക്കിയിരിക്കുന്നു. നാം പതറാതെ നിൽക്കുകയാണെങ്കിൽ, നാം തളരാതെ നിൽക്കുകയാണെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ പാതയിൽ നാം മുന്നോട്ട് ഓടുകയാണെങ്കിൽ നമുക്ക് വേണ്ടി ഒരു നല്ല ദിവസം, ഒരു ശുഭദിനം ആഗതമാകുവാൻ പോകുന്നു. നിങ്ങൾ തോമസ് ആൽവ എഡിസനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ സുപ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു തോമസ് ആൽവ എഡിസൺ. ഏകദേശം 2000-ത്തിലുമധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള വളരെ പ്രസിദ്ധനായ അമേരിക്കക്കാരനായ ഒരു ശാസ്ത്രജ്ഞൻ. തൻ്റെ ബാല്യകാലം വളരെ സങ്കടം നിറഞ്ഞതായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തോമസ് ആൽവ എഡിസന് ഒന്നും പഠിക്കുവാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല. പഠനത്തിലെല്ലാം വളരെ പുറകോട്ടായ ഒരു കുട്ടിയായിരുന്നു അദ്ദേഹം. സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് എപ്പോഴും തോമസിനെ ശകാരിക്കുമായിരുന്നു, വഴക്കു പറയുമായിരുന്നു. ഒരിക്കൽ അവൻ്റെ ക്ലാസ് ടീച്ചർ അവനെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. കയ്യിൽ ഒരു എഴുത്തും കൊടുത്തിട്ടാണ് ക്ലാസ് ടീച്ചർ അവനെ ഇറക്കി വിട്ടത്. ആ ടീച്ചർ അവനോട് പറഞ്ഞു, യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദ ക്ലാസ് റൂം. അതെന്നീ ഈ ക്ലാസ് റൂമിന് ചേരുന്നവനല്ല. ഇത് പറഞ്ഞ് ആ ടീച്ചർ അവനെ ക്ലാസ്സിൽ നിന്നും ഇറക്കി വിട്ടു. എന്നാൽ തോമസ് വിചാരിച്ചു, എൻ്റെ കൂട്ടുകാരോട് കൂടി പോയി അല്പസമയം കളിക്കാം. പ്ലേ ഗ്രൗണ്ടിൽ അപ്പോൾ കൂട്ടുകാർ കളിക്കുന്നുണ്ട്, അവരോട് കൂടി അല്പനേരം കളിക്കാമെന്ന് വിചാരിച്ച് തോമസ് ആൽവ എഡിസൺ ആ കൂട്ടുകാരുടെ അടുക്കലേക്ക് ചെന്നു. എന്നെ കൂടി കളിക്കുവാൻ കൂട്ടാമോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ കൂട്ടുകാർ ഒന്നടങ്കം അവനോട് പറഞ്ഞു, നോ നോ നോ, യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദ പ്ലേ ഗ്രൗണ്ട്. നീ പ്ലേ ഗ്രൗണ്ടിനും ചേരുന്നവനല്ല. വളരെ നിരാശയോടെ സാധു ബാലനായിരുന്ന തോമസ് ആൽവ എഡിസൺ തൻ്റെ ഭവനത്തിലേക്ക് കരഞ്ഞുകൊണ്ട് മടങ്ങി വന്നു. തൻ്റെ അമ്മയെ വിളിക്കാതെ, അമ്മയുടെ അടുക്കിലേക്ക് ഓടിപ്പോകാതെ തൻ്റെ മുറിയിലേക്ക് കടന്ന് തറയിൽ കമിഴ്ന്ന് കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. ഏറെ നേരമായിട്ടും തൻ്റെ മകനെ കാണാതിരുന്നപ്പോൾ, സ്കൂളിൽ വിട്ടുവരുന്നതായ സമയം കഴിഞ്ഞിട്ടും കുഞ്ഞിനെ കാണാതിരുന്നപ്പോൾ അമ്മ അവനെ അന്വേഷിച്ച് അവൻ്റെ മുറിയിലേക്ക് കടന്നു ചെന്നു. അവൻ വന്നിട്ടുണ്ടായിരിക്കുമോ, അവൻ മുറിയിലുണ്ടായിരിക്കുമെന്ന് അന്വേഷിച്ചാണ് അമ്മ ആ മുറിയിലേക്ക് കടന്നു ചെന്നത്. അമ്മ കടന്നു ചെന്നപ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ കുഞ്ഞ് തറയിൽ കമിഴ്ന്ന് കിടന്ന് കരയുന്നതാണ്. മോനെ, എന്താണ് കരയുന്നതെന്ന് അമ്മ അവനോട് ചോദിച്ചപ്പോൾ അതെ, തോമസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ടീച്ചർ കൊടുത്തു വിട്ടതായ ആ എഴുത്ത് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് അന്ന് സ്കൂളിലുണ്ടായ സംഭവങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. അമ്മ ആ എഴുത്ത് തുറന്നു വായിച്ചു. അതെ, ഇനി നിങ്ങളുടെ മകനെ ഈ സ്കൂളിലേക്ക് അയക്കേണ്ട, ഇവനെ ഈ സ്കൂളിൽ പഠിപ്പിക്കുവാൻ പറ്റത്തില്ല, ഇവൻ ബുദ്ധിയില്ലാത്ത കുട്ടിയാണ് എന്നായിരുന്നു ആ ടീച്ചർ അതിൽ എഴുതി വെച്ചിരുന്നത്. എന്നാൽ തോമസ് ആൽവ എഡിസന്റെ അമ്മ ദൈവഭക്തയായ ഒരു അമ്മയായിരുന്നു, ദൈവഭക്തയായ ഒരു സ്ത്രീയായിരുന്നു. അവർ ഒരു കാര്യം ചെയ്തു, തൻ്റെ മകനോട് ഇപ്രകാരം പറഞ്ഞു, മോനെ, നീ വളരെ ബുദ്ധിമാനായ ഒരു കുട്ടിയാണെന്നാണ് ടീച്ചർ എഴുതിയിരിക്കുന്നത്. നിനക്ക് വളരെ പൊട്ടൻഷ്യലുള്ള, വളരെ ബുദ്ധിമാനായ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് മറ്റുള്ള കുട്ടികളുടെ കൂടെ ഇരുത്തി നിന്നെ പഠിപ്പിച്ചാൽ ശരിയാവുകയില്ല. നിന്നെ വീട്ടിലിരുത്തി പഠിപ്പിക്കുവാനാണ് ടീച്ചർ ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞ് തോമസിനെ ആശ്വസിപ്പിച്ചു.
പിന്നീടുള്ള തൻ്റെ വിദ്യാഭ്യാസം മുഴുവൻ തൻ്റെ സ്വന്തം അമ്മ തന്നെയാണ് ചെയ്തു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തോമസ് ആൽവ എഡിസൺ ഓരോ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുവാൻ തുടങ്ങി. തൻ്റെ ബുദ്ധി വികസിച്ചു. ദൈവഭക്തയായ അമ്മയുടെ കീഴിൽ പഠിച്ചു വന്നതായ തോമസിൻ്റെ ബുദ്ധി സ്വർഗത്തിലെ ദൈവം തുറന്നു. അനേക കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുവാൻ ജീവനുള്ള ദൈവം തോമസ് ആൽവ എഡിസണെ സഹായിച്ചു. ഹല്ലേലൂയ. തോമസ് ആൽവ എഡിസൺ സുപ്രസിദ്ധനായി തീർന്നു. ഒരിക്കൽ തൻ്റെ ക്ലാസ് റൂമിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കി വിട്ടുവെങ്കിലും ആ ക്ലാസ് റൂമിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അവിടെ തൂക്കിയിടുവാൻ ടീച്ചേഴ്സ് നിർബന്ധിതരായി. കാരണം അദ്ദേഹം കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങൾ അനവധിയായിരുന്നു. എന്നാൽ തൻ്റെ ഏകദേശം 60 വയസ്സിന് ശേഷമുള്ള ഏകദേശം 62 വയസ്സൊക്കെ ഉള്ളതായ സമയത്ത് അദ്ദേഹം വലിയൊരു ലബോറട്ടറി തൻ്റെ നാട്ടിൽ ഉണ്ടാക്കിയിരുന്നു. തൻ്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം കണ്ടുപിടിച്ചിരുന്ന വലിയൊരു ലബോറട്ടറി. എന്നാൽ ആ ലബോറട്ടറിക്ക് തൻ്റെ തൊഴിലാളികളുടെ അശ്രദ്ധ മൂലം ഒരു തീപിടുത്തം ഉണ്ടാകുവാനിടയായി. ഏകദേശം 10ഓളം കെട്ടിട സമുച്ചയങ്ങളുടെ കൂട്ടമായിരുന്ന ആ ഫാക്ടറിക്ക് തീ പിടിച്ചപ്പോൾ എല്ലാ കെട്ടിടങ്ങളും ആ തീയിൽ കത്തി അമരുവാനിടയായി. ഈ തീയിൽ കെട്ടിടങ്ങൾ കത്തി അമരുന്നു കണ്ട് തൻ്റെ മകൻ തൻ്റെ ഡാഡിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഓടി അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്നു. അപ്പോൾ തോമസ് ആൽവ എഡിസൺ തൻ്റെ മകനോട് ഇപ്രകാരം പറഞ്ഞു: മകനെ, നമ്മുടെ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാമാണ് കത്തി നശിച്ചു പോയത്. നമുക്ക് വീണ്ടും ഒന്ന് എന്ന് ഇനിയും തുടങ്ങാം. നീ നിൻ്റെ അമ്മയെ വേഗം പോയി വിളിച്ചുകൊണ്ടുവരൂ. ഇതുപോലൊരു കാഴ്ച അവൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടുണ്ടാവുകയില്ല. ഇതുപോലൊരു കാഴ്ച ഇനി അവൾ കാണുവാനും പോകുന്നില്ല. അതുകൊണ്ട് വേഗം നിൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് തൻ്റെ മകനെ ആശ്വസിപ്പിച്ചു വിടുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം മുതൽ തോമസ് ആൽവ എഡിസണും തൻ്റെ തൊഴിലാളികളും ചേർന്ന് വീണ്ടും ആ ലബോറട്ടറി പുതുക്കി പണിയുവാൻ തുടങ്ങി. അതേ പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളിൽ പതറാതെ നിൽക്കുവാൻ തോമസ് ആൽവ എഡിസനെ ജീവനുള്ള ദൈവം സഹായിച്ചു. നാമും ഇതുപോലുള്ള പ്രതിസന്ധികൾ വളരെ പ്രതിസന്ധികളിൽ കൂടിയാണ് തോമസ് ആൽവ എഡിസൺ കടന്നുപോയത്. തൻ്റെ അത്രയും വർഷത്തെ എല്ലാ കണ്ടുപിടുത്തങ്ങളും അടങ്ങിയിരിക്കുന്നതായ എല്ലാ പേപ്പേഴ്സും അടങ്ങിയിരിക്കുന്നതായ കെട്ടിടമാണ് കത്തി അമർന്നു പോയത്. എന്നാൽ അതിനൊന്നിനും തോമസ് ആൽവ എഡിസനെ തകർത്ത് കളയാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മുൻപിൽ വരുന്ന പ്രതികൂലങ്ങൾക്ക് നമ്മെ തകർത്ത് കളയുവാൻ ഇടയാകരുത്. ആ പ്രതികൂലങ്ങൾ നമ്മെ മുക്കിക്കളയുവാൻ ഇടയായി തീരരുത്. പിശാചൊരുക്കുന്ന കെണികളിൽ നാം തളർന്നു പോകാൻ ഇടയാകരുത്. നാം തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ഒരു ശുഭദിനം നമുക്ക് വേണ്ടി സ്വർഗത്തിലെ അപ്പൻ കാത്തുവെച്ചിരിക്കുന്നു. അതെ, ദൈവത്തിൻ്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഹല്ലേലൂയ. അതെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, അതെ, നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഇതിലൊന്നും കലങ്ങാതെ, ഇതിലൊന്നും കുലുങ്ങാതെ നമ്മുടെ ആവശ്യങ്ങൾ എല്ലാറ്റിലും എന്ന് പറഞ്ഞാൽ സകലത്തിലും, അതിൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഒന്നും ഒഴിവാക്കി വെച്ചിട്ടില്ല. എല്ലാറ്റിലും സകലത്തിലും നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിച്ചാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം കൊണ്ട് കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കും. നമ്മുടെ ഹൃദയങ്ങളെ മാത്രമല്ല, നമ്മുടെ നിലവുകളെയും കർത്താവ് നിറയ്ക്കും. ഹല്ലേലൂയ. അതെ, നമ്മുടെ ചിന്തകളിൽ പോലും ഒരു കുലുക്കം വരാതെ, ഒരു ഇളക്കം വരാതെ, ഒരു പ്രതിസന്ധിയിൽപ്പെട്ട് നാം കലങ്ങിപ്പോകാതെ നമ്മുടെ ഹൃദയത്തെ ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഈ കർത്താവിങ്കലാണ് നീ ചാരിയിരിക്കുന്നെങ്കിൽ ദൈവവൈതലേ, നിനക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. നിന്റെ പ്രതികൂലങ്ങളിൽ നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവുണ്ട്. നീ അനാഥനല്ല, നീ അനാഥയല്ല. അതെ, നീ അശരണയല്ല. നിന്നോട് കൂടെ നടക്കുന്ന, നിന്നോട് കൂടെ വസിക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ പാദസേവ ചെയ്യുവാൻ, കർത്താവിന്റെ പിന്നാലെ വിശ്വാസ ചുവടുകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് ഓടുവാൻ, ഈ വിശ്വാസത്തിന്റെ ഓട്ടം ഓടി ക്രിസ്തീയ ജീവിതത്തിന്റെ പാതയിൽ മുന്നേറുവാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ.